ഹായ് യു ആർ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമുക്കൊരു സാമ്പാറുമെന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് കൊച്ചുള്ളി, ഉള്ളി, തക്കാളി, കിഴങ്ങ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച് കുക്കറിനകത്തേക്ക് ഇട്ടെടുത്ത് 2 പച്ചമുളകും അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി അത് വേവാൻ വെക്കാം. ഞാൻ സമയം കൊണ്ട് നമുക്ക് ഇഡ്ഡലിക്ക് പാത്രം കൂടെ വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇത് ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. പിള്ളേർക്ക് മദ്രസ ഉള്ളൊരു ദിവസം അവർക്ക് പലഹാരം കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ. കാരണം അവർ 11 മണി 11:30 ആവും വരണം മദ്രസ വിടണമെങ്കിൽ. അപ്പോൾ അവരെ കൊണ്ടുവിടണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ഇഷ്ടമെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും എല്ലാവർക്കും. അപ്പോൾ സാമ്പാറൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പുളിയും സാമ്പാർ പൊടി, കായപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. സാമ്പാറിന് കഷ്ണങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയാൾക്ക് ഇത് ഇഡ്ഡലിയും ദോശയൊക്കെ ആണെങ്കിൽ അതിന് സാമ്പാർ വേണം, അല്ലെങ്കിൽ കഴിക്കത്തില്ല ആൾ. നമ്മൾ ചായയൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് വന്ന് അതിനകത്തൊക്കെ പൊടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സാമ്പാർ ഒന്ന് വെക്കാം. നമ്മൾ ഇഡ്ഡലി ഒന്ന് വാങ്ങി വെച്ച് നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം. കൊച്ചുള്ളി കരിഞ്ഞ് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അതൊന്ന് താളിച്ചെടുക്കുക. സാമ്പാർ റെഡിയായി. ഇനി ഇത് പിള്ളേർക്ക് കൊടുക്കണം. അവർ മാറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അവർ ഇത് കഴിച്ചിട്ട് വേണം അവർക്ക് മദ്രസയിൽ പോകണമെങ്കിൽ. ഇനി അവരെ കൊണ്ട് വിട്ടിട്ട് വരാം. അവരെ കൊണ്ടുവിട്ട് വന്നിട്ട് വേണം നമുക്ക് വല്ലതും കഴിക്കാനും. മുറ്റം തൂത്തിട്ടില്ല, മുളകും മല്ലിയും കഴുകിയിടണം. നിങ്ങളതെല്ലാം ഇത് ഉണങ്ങി പാത്രത്തിലായി കാണും അല്ലേ. അപ്പോൾ അവരൊക്കെ കൊണ്ടുവിട്ട് വന്ന് ഞാൻ കാപ്പി കുടിക്കാനിരുന്നു. ഇനി മുറ്റമൊക്കെ ഒന്ന് തൂത്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മല്ലിയും മുളകും കഴുകാം. പിള്ളേർ മദ്രസയിലാണെങ്കിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിനും പോകണം. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മല്ലിയും മുളകും കഴുകി വെയിലത്തിടാൻ. ഇപ്പം എന്നാലും പെട്ടെന്ന് ഉണങ്ങും. നല്ല വെയിലാണല്ലോ. 2 വെയിൽ കിട്ടിയാൽ നമ്മുടെ സാധനം ഉണങ്ങിക്കിട്ടും. അപ്പോൾ മല്ലി മുളകൊക്കെ ഞാൻ ഉണക്കി വെയിലത്തിട്ട് കഴുകി വെയിലത്തിട്ടിട്ടുണ്ട്. 2 വെയിൽ കിട്ടണം. നമുക്ക് അവരുടെ മദ്രസയിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് പോയി വരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.